എല്ലാ വർഷത്തെയും പോലെ ഇത്തവണയും ശബരിമല ദർശനത്തിന് വേണ്ടി വന്നതാണ്. ഇന്നലെ രാത്രി കയറി രാവിലെ നിർമാല്യം തൊഴുതു. അതിനുശേഷമാണ് മടങ്ങുന്നത്. ഒന്ന് രണ്ട് കാര്യം എനിക്ക് പറയാനുള്ളത്, ശബരിമലയിൽ മാസ്റ്റർ പ്ലാൻ വൈകുന്നതിൻ്റെ കാരണം ഗവൺമെൻറ് കൂടുതൽ പണം അനുവദിക്കാത്തതുകൊണ്ടാണ്. എത്രയും പെട്ടെന്ന് ഗവൺമെൻറ് നേരത്തെ തീരുമാനിച്ച പണം നൽകിയാൽ മാസ്റ്റർ പ്ലാൻ വേഗതയിൽ നടപ്പാക്കാൻ കഴിയും. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമാണ് ശബരിമല. മതസൗഹാർദ്ദത്തിന് പേര് കേട്ട സ്ഥലമാണ്. ഈ തീർത്ഥാടന കേന്ദ്രത്തെ ഒരു മാസ്റ്റർ പ്ലാൻ്റെ അടിസ്ഥാനത്തിൽ വികസിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. ധാരാളം നമ്മുടെയൊക്കെ പ്രതീക്ഷകൾക്ക് അപ്പുറത്താണ് ഇപ്പോൾ തീർത്ഥാടകർ വന്നുകൊണ്ടിരിക്കുന്നത്. UDF പറഞ്ഞ സ്പോട്ട് ബുക്കിംഗ് വന്നതുകൊണ്ടാണ് ഇത്തവണ കാര്യങ്ങൾ കൃത്യമായി നടന്നുകൊണ്ടിരിക്കുന്നത്. പോലീസിനെയും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെയും ഞാൻ അഭിനന്ദിക്കുന്നു. അവർ നല്ല നിലയിൽ കാര്യങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ ഭാവിയെ കണക്കിലെടുത്തുകൊണ്ട് ശബരിമലയ്ക്ക് വികസനം അനിവാര്യമാണ്. അതുകൊണ്ടാണ് മാസ്റ്റർ പ്ലാൻ ആവശ്യമായ പണം ഗവൺമെൻറ് വൈകിപ്പിക്കരുത് എന്ന് ഞാൻ സൂചിപ്പിക്കുന്നത്. എത്രയും കൂടുതൽ പണം നൽകി ഈ മാസ്റ്റർ പ്ലാൻ അടിയന്തരമായി നടപ്പാക്കണമെന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. രണ്ടാമത് പറയാനുള്ളത്, ഈ വനസംരക്ഷണ നിയമത്തിൽ വരുത്താൻ പോകുന്ന ഭേദഗതിയാണ്. കേരളത്തിലെ വനാതിർത്തികളിൽ ജീവിക്കുന്ന സാധാരണക്കാർ ഇപ്പോൾ തന്നെ കർഷകർ മൃഗശല്യം കാരണം ഇപ്പോൾ തന്നെ അവർ പ്രതിസന്ധി നേരിടുകയാണ്. ഇനിയും വനപാലകർക്ക് കൂടുതൽ അധികാരം കൊടുത്തുകൊണ്ട് കർഷകരെ ദ്രോഹിക്കുന്ന നിലപാടാണ് ഗവൺമെൻറ് ഈ അമെൻമെൻറ്റിലൂടെ ഉദ്ദേശിക്കുന്നത്. അതൊരു കാരണവശാലും അംഗീകരിക്കാൻ നിവൃത്തിയില്ല. നിയമസഭയിൽ അത് വന്നാൽ ഞങ്ങൾ ശക്തമായി എതിർക്കും. ഇതിന് ആവശ്യമായിട്ടുള്ളത് വനവിസ്തൃതി വർദ്ധിപ്പിക്കാനുള്ളതല്ല, കർഷകരും മൃഗങ്ങളും തമ്മിലുള്ള പ്രശ്നത്തിന് പരിഹാരം കാണുക എന്നുള്ളതാണ്. ഇന്ന് കാർഷിക മേഖലയിൽ ഏറ്റവും വലിയ അസ്വസ്ഥത തന്നെ ഈ മാൻ അനിമൽ കോൺഫ്ലിക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് അതിന് പരിഹാരമുണ്ടാക്കാൻ നടപടി സ്വീകരിക്കാതെ വനസംരക്ഷണ നിയമത്തിൽ കൂടുതൽ കർശന നടപടികൾ ഏർപ്പെടുത്തുന്നത് കർഷകർക്ക് വലിയ തോതിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കും. അത് ഗവൺമെൻറ് അതിൽ നിന്ന് പിന്മാറണം എന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. അതുപോലെ ഈ അങ്ങ് ശബരിമലയിൽ മാസ്റ്റർ പ്ലാൻ പറയുമ്പോൾ 17 വർഷം മുമ്പാണ് മാസ്റ്റർ പ്ലാൻ ആദ്യമായി തുടക്കം കുറിക്കുന്നത്. ഇതിനിടയിൽ UDFും കേരളം ഭരിച്ചിട്ടുണ്ട്. പക്ഷേ ആ കാലത്തും മാസ്റ്റർ പ്ലാനിന് ഒരു ജീവനില്ലായിരുന്നു എന്നതാണ് ഒരു ആരോപണമായി ഇപ്പോൾ ഉയരുന്നത്. അപ്പോൾ സർക്കാരിനെ മാത്രം എങ്ങനെയാണ് അല്ല, ഇതിനകത്ത് ഞാൻ കുറ്റം പറയുകയല്ല. ഭാവിയെ കണ്ടുകൊണ്ട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു തീർത്ഥാടന കേന്ദ്രം എന്ന നിലയിൽ ഇനിയും ഇവിടേക്ക് വരാൻ പോകുന്ന ആളുകളുടെ എണ്ണം കൂടി കണക്കിലെടുത്തുകൊണ്ട് ശബരിമല മാസ്റ്റർ പ്ലാൻ ആവശ്യമായ പണം നൽകണമെന്നാണ് പറഞ്ഞത്. ഞാൻ ആരെയും വിമർശിക്കുകയല്ല ചെയ്തത്. കൂടുതൽ പണം നൽകിയാൽ വേഗതയിൽ ഇത് പൂർത്തിയാക്കാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ് ആ കാര്യത്തിൽ ഗൗരവപൂർവമായ സമീപനം സ്വീകരിക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.